ഹലോ ആൻഡ് ഹായ് എവരിവൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ ബൈ അരുൺജുലിക്കൽ. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. മിഥുൻ വി ശങ്കർ ഒരു ഫാമിലി വ്ളോഗറാണ്. അവർ കുറച്ച് ദിവസം മുന്നേ വളരെ പ്രസക്തമായ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. ഹരിതകർമ്മസേനയുടെ മനോഭാവം വലിയൊരു ധാർഷ്ട്യമുള്ള ഒരു സംഭവമായിട്ട് എനിക്കും തോന്നിയിട്ടുള്ള ഒരു ടീമാണ് ഹരിതകർമ്മസേന. അവർ ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണെങ്കിലും ചെയ്യുന്ന രീതി എനിക്ക് വ്യക്തിപരമായിട്ട് അനുഭവമുണ്ട്. നമ്മളെ വീട്ടിൽ വേസ്റ്റ് റിമൂവ് ചെയ്യുന്നതും ഹരിതകർമ്മസേന തന്നെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ മനോഭാവത്തിൽ വളരെയധികം ധാർഷ്ട്യത്തോടെ പെരുമാറുന്നു. അവരെന്തോ നമുക്ക് വലിയ ഫേവർ ചെയ്യുന്നത് പോലെ ഒരു കാര്യമാണ് ചെയ്യുന്നത്. അത് സത്യത്തിൽ അവർ നമുക്ക് ഇന്നൊരു ഫേവർ അല്ല എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. കാരണം ഒരു സർക്കാരിന് ചുമതലയാണ് ആ നാട്ടിലെ മാലിന്യ സംസ്കരണത്തിന് വേണ്ടിയുള്ള സംവിധാനം ഒരുക്കുക എന്നുള്ളത്. അതിന്റെ ഭാഗമായിട്ട് രൂപീകരിച്ചതാണ് ഹരിതകർമ്മസേന. അല്ലെങ്കിൽ നാട്ടിൽ സമാന്തരമായ മറ്റൊരു സംവിധാനം വേണം. ആളുകൾക്ക് വേസ്റ്റ് കൊണ്ടുപോയിടാനും ആ വേസ്റ്റ് കൃത്യമായിട്ട് മാറ്റുന്നതിന് വേണ്ടി. നമ്മൾക്ക് ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് പോലും ഇല്ല. ബ്രഹ്മപുരത്തെ അവസ്ഥ നമുക്കറിയാവുന്നതാണ്. ഈ കഴിഞ്ഞിടയ്ക്കാണ് അവിടെ ഒരു തീപിടുത്തമൊക്കെ ഉണ്ടായിട്ട് ആ പ്രദേശം മുഴുവനും പുകയും മറ്റും കൊണ്ട് അവിടുത്തെ ആളുകൾക്ക് ശ്വാസതടസ്സം പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ആ ഒരു സാഹചര്യത്തിലുള്ള ഒരു പരിപാടിയാണ് ഹരിതകർമ്മസേന ചെയ്യുന്നത്. അത് വെറുതെ ഫ്രീ ആയിട്ട് ചെയ്യുന്നതല്ല. ഓരോ പൗരന്മാരുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങിയിട്ടാണ് ഈ പരിപാടി ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരു സംവിധാനത്തിൽ നിന്ന് വളരെ മോശമായ ഒരു അനുഭവം ഇവർക്കുണ്ടായി. സംഭവം ഒന്ന് കണ്ടുനോക്കാം. ഈ വേസ്റ്റ് വേസ്റ്റ് അമ്മ എങ്ങനെയാണ് കുടുംബശ്രീക്ക് കൊടുക്കുന്നത് അങ്ങനെ തന്നെയാണ് കെട്ടി വെച്ചിരുന്നത്. ഒരു ചാക്കിൽ നിറച്ച് പ്ലാസ്റ്റിക്കും പേപ്പറും കൂടിയിട്ടിട്ടാണ് അമ്മ കെട്ടി വെച്ചിരുന്നത്. ഞങ്ങൾ ഇത് കഴുകി കൊടുക്കാറില്ല കുടുംബശ്രീക്ക്. അവരൊരിക്കലും പറഞ്ഞിട്ടില്ല കഴുകി തരണമെന്ന്. 30 വർഷമായിട്ട് അവര് കഴുകി തരണമെന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ കുടുംബശ്രീക്കാര്. നോട്ട് ദ പോയിന്റ്. അത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഹരിതകർമ്മസേന എന്നിട്ട് വന്നു, ഒരു വാർഡിലിറങ്ങി വന്നു. എന്നിട്ട് ഇത് കണ്ടപ്പോ പേപ്പർ, ഇത് നനഞ്ഞ 4 മാസമായ വേസ്റ്റ് ആണ്. പേപ്പർ അവിടെ ഇരുന്ന് നനഞ്ഞ് പുഴു വന്നു. അപ്പൊ ചേച്ചി പറഞ്ഞു ഞങ്ങൾ പുഴു വന്നു വേസ്റ്റ് എടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ശരി കുഴപ്പമില്ല ചേച്ചി, ഞാനത് വൃത്തിയാക്കി കൊണ്ടുവന്ന് പറഞ്ഞു. ഇവരുടെ വീട്ടിൽ നിന്ന് 4 മാസമായിട്ട് വേസ്റ്റ് എടുത്തിട്ടില്ല. ആ വേസ്റ്റ് എടുക്കാതിരിക്കാനുള്ള കാരണം ഇവരല്ല. ഒന്നത്തെ കാര്യം, ഇവരെല്ലാവരും ഒരു ഫാമിലി ട്രിപ്പിലായിരുന്നു. വീട്ടിൽ അമ്മ മാത്രം ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ സമയത്തുള്ള 4 മാസം വേസ്റ്റ് എടുത്തിട്ടില്ല. എടുക്കാതിരിക്കാനായിട്ടുള്ള കാരണം ആ പ്രദേശത്ത് ഹരിതകർമ്മസേനയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നവരുടെ കാലിന് വയ്യ, കാലൊടിഞ്ഞതുകൊണ്ട് അവർക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാണ് പറഞ്ഞത്. സ്വാഭാവികമായിട്ട് നമ്മൾ വിചാരിക്കുന്ന കാര്യമാണ്, പകരം മറ്റൊരാളെ വിട്ടുകൂടെ? അല്ലാതെ ഒരാൾ ഡിപ്പെൻഡ് ചെയ്തിട്ടാണോ ഒരു സംവിധാനം പ്രവർത്തിക്കേണ്ടത്? കാരണം ആർക്കെങ്കിലും വയ്യാതെയും അവർക്ക് വരാതിരിക്കാൻ പറ്റുന്ന സാഹചര്യം നമുക്കൊന്നും പ്രവചിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ ഒരു ബാക്കപ്പ് പ്ലാൻ വേണമെന്നുള്ളത് ഒന്നാമത്തെ കാര്യം. എന്തായാലും ഇവരുടെ ഭാഗത്തുള്ള തെറ്റല്ല. അവർ കൃത്യമായിട്ട് വേസ്റ്റ് എടുത്ത് ചാക്കിൽ വെക്കുന്നുണ്ട്. പക്ഷെ 4 മാസമായിട്ട് എടുക്കാത്തത് കൊണ്ട് അതിൽ പുഴു വന്നു. അവർ ക്ലീൻ ചെയ്തില്ലെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലും വരുന്നവർ പറയുന്ന കാര്യമാണ്. വല്ലാത്ത ഡിമാൻഡാണ്. പ്ലാസ്റ്റിക് പേപ്പർ വേറെ സെപ്പറേറ്റ് ചെയ്ത് നോക്കണം, ഒരു പ്രശ്നമില്ല. നമ്മൾ ഡ്രൈ വേസ്റ്റ്, വെറ്റ് വേസ്റ്റ് പ്രധാനമായിട്ട് ബയോ വേസ്റ്റുകൾ കൊടുക്കാറേ ഇല്ല. നമ്മൾ തന്നെ അത് സംസ്കരിക്കുകയാണ് ചെയ്യുന്നത്. ചെടിയുടെ വളമായിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടിയൊക്കെയുള്ള രീതിയിൽ നമ്മൾ തന്നെയാണ് അത് സംസ്കരിക്കുന്നത്. അതും നമ്മൾ ആ വേസ്റ്റ് പ്രോപ്പറായിട്ട് കഴുകി എടുത്തിട്ടാണ് ചെയ്യുന്നത്. നോൺ ബയോ വേസ്റ്റുകൾ ഉണ്ടല്ലോ, പ്ലാസ്റ്റിക്, കടലാസുള്ള കാര്യങ്ങൾ. അതിൽ പ്ലാസ്റ്റിക് എന്തെങ്കിലും കണ്ടെയ്നേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതുപോലെ നമ്മൾ കൃത്യമായിട്ട് കഴുകിയിട്ടാണ് അവിടെ കൊണ്ട് ഇടുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് നമ്മൾ കൊടുക്കാറുള്ള സംഭവം. എന്നിരുന്നാൽ തന്നെയും ഈ ഡ്രൈ വേസ്റ്റ് വേറെ ആക്കി വെക്കണം, പ്ലാസ്റ്റിക് വേറെ ആക്കി വെക്കണം, ഇത് വേറെ ആക്കി വെക്കണം, അങ്ങനെ പറഞ്ഞിട്ടാണ് അടുത്ത സംഭവം. പിന്നെ ഞാനത് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ നാളെ എൻ്റെ വീട്ടിൽ വേസ്റ്റ് എടുക്കാൻ വരുമെന്നറിയില്ല. കാരണം ഇവർക്കൊന്നൊരു അനുഭവം അതാണ്. ഇവരങ്ങോട്ട് ബഹിഷ്കരിച്ചു കംപ്ലീറ്റ് ആയിട്ട്. എന്തായാലും ആവട്ടെ, പറയേണ്ട കാര്യം പറയുന്നതല്ലേ പറയണമല്ലോ. അപ്പൊ ഇവർ ഈ സംഭവം എന്ത് ചെയ്തു? വേസ്റ്റ് വൃത്തിയാക്കി ചാക്കിലാക്കി കൊണ്ടുവന്ന് വീണ്ടും വെച്ചു. എന്നിട്ട് ഇവർ വേസ്റ്റ് എടുക്കാൻ വന്ന സമയത്ത് ഈ ലേഡി അവിടെ ഉണ്ടായിരുന്നില്ല. അവര് പിന്നെയും വേസ്റ്റ് എടുക്കാതെ പോയി. അപ്പൊ അന്വേഷിച്ചപ്പോൾ അവർ പറയണത് പഴയ വേസ്റ്റ് തന്നെ അല്ലേ ചാക്കിനകത്താക്കി വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് എടുക്കാതിരുന്നത്. അവര് വൃത്തിയാക്കി വെച്ച വേസ്റ്റാണ്, പഴയ ചാക്കിൽ തന്നെ വെച്ചു എന്ന് പറഞ്ഞിട്ട് അതും എടുക്കാതെ പോയി. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല. പലരും ഇവരുടെ ധാർഷ്ട്യത്തെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇവരെന്തോ നമ്മൾക്ക് വലിയ സേവനം ചെയ്യുന്നത് പോലെയാണ് ചെയ്യുന്നത്. ഇറ്റ്സ് എ പെയ്ഡ് സർവീസ്, കാശ് കൊടുത്തിട്ട് ചെയ്യുന്ന സർവീസാണ്. അല്ലാതെ ആരും ഓശാരത്തിന് ചെയ്യുന്ന ഒരു പരിപാടിയേ അല്ല ഇത്. അങ്ങനെ ഇവർ ഈ വിഷയത്തിൽ പ്രതികരിച്ചു. ഞാൻ ഇവരുടെ ഇതിനെ വിളിച്ച് കുറെ ചീത്ത പറഞ്ഞു. വേസ്റ്റ് ഓരോ വീട്ടിൽ നിന്നും കളക്ട് ചെയ്യലാണ് ഇവരുടെ പണി. ഇങ്ങനെ ഞാൻ വീഡിയോ ഇട്ടപ്പോ കുറെ നല്ലവരായ ചേട്ടന്മാരും ചേച്ചിമാരും കമന്റ് സെക്ഷനിൽ വന്ന് പറഞ്ഞു, നിന്റെ വീട്ടിലത്തെ എച്ചിലെടുക്കാൻ വേണ്ടിയിട്ടല്ല ഇവരെന്ന്. പിന്നെ അവർക്ക് എന്താ പണി? എന്താണ് വേസ്റ്റ്? അതാണ് ഒന്നാമത്തെ കാര്യം. അവനവൻ ചെയ്യുന്ന ജോലിയെക്കുറിച്ച് അവനവനൊരു ബഹുമാനമില്ല. വേസ്റ്റ് റിമൂവൽ എന്ന് പറയുന്നത് എച്ചിലെടുക്കലല്ല. എച്ചിൽ എടുക്കുക എന്ന് പറയുന്നത് വേറെ ഒരു പരിപാടിയാണ്. ഒരാൾ ഭക്ഷണം കഴിച്ചത് അയാൾ അവിടെ തന്നെ പാത്രത്തിൽ ഇട്ടു പോവുക, ആ എച്ചിൽ നമ്മൾ വാരേണ്ടി വരിക. ഹോട്ടലിൽ ജോലി ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അത് നമ്മൾ പെയ്ഡ് സർവീസാണ്. അപ്പം ഞാനിവിടെ വന്നിരിക്കുന്നത് കണ്ടവൻ്റെ എച്ചിൽ വാരാനല്ലൊന്നും പറയില്ല. കാരണം എച്ചിൽ വാരാനാണ് എൻ്റെ ജോലി. ഞാൻ ചെയ്തിട്ടുണ്ട് ആ ജോലി. ഹോട്ടലിൽ ജോലി ചെയ്തിട്ടുള്ള സമയത്ത് നമ്മൾ ടേബിൾ ക്ലീൻ ചെയ്യാനും പാത്രം കഴുകാനും ഒക്കെ ഇരുന്നിട്ടുള്ളവരാണ്.
കാശ് കിട്ടാൻ വേണ്ടി ചെയ്യുന്നൊരു ജോലിയാണ്. അത് എച്ചിൽ വാരാനാവുന്നത് ജോലിയായിട്ട് നമ്മൾ സ്വീകരിച്ചാൽ അതിനെ റെസ്പെക്റ്റോടെ കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതിനകത്ത് പിന്നെ എന്താണ് ഇത്ര വലിയ പ്രശ്നമുള്ളത്? ഒരുത്തൻ അവനവൻ്റെ ജോലിയെ തന്നെ തരം താഴ്ത്തി കണ്ടാൽ പിന്നെ എന്താ പറയുക? രണ്ടാമത്തെ കാര്യം, എച്ചിലൊന്നും നിങ്ങൾ എടുക്കാറില്ല. ഈ വരുന്ന ഡ്രൈ വേസ്റ്റുകൾ മാത്രമേ കൊണ്ടുപോകാറുള്ളൂ. പ്ലാസ്റ്റിക്കും അതുപോലുള്ള കാര്യങ്ങളാണ് കൊണ്ടുപോകുന്നത്. അല്ലാതെ ബയോ വേസ്റ്റുകൾ നിങ്ങൾ എടുക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ അറിവിൽ ബയോ വേസ്റ്റ് കൊണ്ടുപോകാറില്ല. കൊണ്ടുപോകുന്നത് മുഴുവനും ഈ പ്ലാസ്റ്റിക്കും പേപ്പറും പോലെ ഡ്രൈ വേസ്റ്റുകൾ മാത്രമാണ്. അപ്പോൾ പിന്നെ എന്ത് എച്ചിലാണ് അവിടെ ഉള്ളത്? പിന്നെ ഇതിനു വേണ്ടി തന്നെയാണ് നിങ്ങൾ കാശ് മേടിക്കുന്നത്. ഈ വേസ്റ്റ് റിമൂവൽ എന്ന് പറയുന്ന സർവീസിന് വേണ്ടിയാണ് നിങ്ങൾ പൈസ വാങ്ങിക്കുന്നത്. മാലിന്യം ഓരോ വീട്ടിലും ഗാർഹിക മാലിന്യങ്ങൾ കളക്ട് ചെയ്യുക, അത് റീസൈക്കിൾ ചെയ്യുന്ന സ്ഥലത്ത് എത്തിക്കുക, അല്ലെങ്കിൽ റീസൈക്ലിങ്ങിന് പോകുന്ന സംവിധാനത്തിലേക്ക് കൊണ്ട് എത്തിച്ചു കൊടുക്കുക. അതിനു വേണ്ടിയാണ് നിങ്ങൾ കാശ് മേടിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഉത്തരവാദിത്തം ചെയ്യേണ്ട കാര്യമാണ്. അതിന് എച്ചിൽ വാരണമെന്ന് ആരും പറയുന്നില്ല. സ്വയം അങ്ങനെ വിചാരിക്കുന്നത് നിങ്ങളെ തന്നെ ഡീഗ്രേഡ് ചെയ്യുന്നത് ഞാൻ പറയുള്ളൂ. കഴുകി വൃത്തിയാക്കിയ സാധനത്തിന് ഒരിക്കലും വേസ്റ്റ് എന്ന് പറയില്ല. ഞങ്ങള് ഗോവയിൽ താമസിച്ചിട്ടുണ്ട്, ബാംഗ്ലൂർ താമസിച്ചിട്ടുണ്ട്, ഏട്ടൻ്റെ അമ്മ ചെന്നൈയിൽ താമസിച്ചിട്ടുണ്ട്, ഞങ്ങളിപ്പോ ഊട്ടിയിലാണ് താമസിക്കുന്നത്. തമിഴ്നാട്ടിലും ബാംഗ്ലൂരൊക്കെ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വണ്ടി വരും, ഭയങ്കര ശബ്ദത്തോട് കൂടിയിട്ടുള്ള. ആ വണ്ടിയിൽ അപ്പൊ ഒരു ചേച്ചി ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ചേട്ടൻ ഉണ്ടാവും. എന്നിട്ട് നമ്മൾ നമ്മുടെ വേസ്റ്റിന്റെ കൊട്ട അത് അങ്ങോട്ട് കൊടുത്താൽ മതി, അവര് തന്നെ സെഗ്രിഗേറ്റ് ചെയ്ത് ഇട്ടുകൊള്ളും. ഇവിടെ കഴുകിയൊന്നും കൊടുക്കണ്ട കേട്ടോ പ്ലാസ്റ്റിക് വേസ്റ്റ്. ഇവിടെ ഇത് കളക്ട് ചെയ്യാൻ വരുന്നവർക്ക് കാശും കൊടുക്കണ്ട. ഗവൺമെന്റിന് അറിയാം അവര് വിൽക്കുന്ന സാധനത്തിന്റെ വേസ്റ്റ് നമ്മളെക്കാട്ടിലും കൂടുതൽ അവരുടെ റെസ്പോൺസിബിലിറ്റി ആണെന്ന്. ഗോവയിൽ എങ്ങനെയായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങള് വേസ്റ്റ്, പ്ലാസ്റ്റിക് വേസ്റ്റും ഇതും 2 ഡസ്റ്റ്ബിൻ ഫ്ലാറ്റിന്റെ പുറത്തങ്ങോട്ട് വെച്ചാൽ മതി. ഇവര് രാവിലെ എല്ലാ ദിവസവും ക്ലിയർ ചെയ്യും. കഴുകി കഴിഞ്ഞാൽ അത് വേസ്റ്റ് ആകില്ല എന്ന് പറയുന്നത്, ആ വേസ്റ്റിന്റെ ഫോം മാറിയെന്ന് പറയുന്നത് തെറ്റാണ്. നമ്മൾ ഉപയോഗിക്കാത്ത സാധനമാണ് വേസ്റ്റ്. അത് കഴുകി വെച്ചാലും കഴുകാതെ വെച്ചാലും ഉപയോഗിച്ചില്ലെങ്കിൽ അത് വേസ്റ്റാണ്. അത് റിമൂവ് ചെയ്യേണ്ട സാധനമാണ്. അപ്പോൾ കഴുകി എന്നുള്ളത് കൊണ്ട് അത് വേസ്റ്റ് അല്ലാതായി തീരുന്നില്ല, അതെടുത്തുകൊണ്ട് പോകുന്നതാണ്. പക്ഷെ രണ്ടാമത് ഒരു പറഞ്ഞ കാര്യം ശരിയാണ്. ഞാൻ ഇപ്പോൾ ബാംഗ്ലൂരത്തെ ഒരു സംവിധാനത്തിനനുസരിച്ച് നമ്മൾ അതിന് പ്രത്യേകിച്ച് പൈസയൊന്നും കൊടുക്കുന്നില്ല. നമ്മളുടെ അപ്പാർട്ട്മെന്റിൽ ഡ്രൈ വേസ്റ്റിനും വേണ്ടി 2 പാത്രങ്ങൾ വെച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ കൊണ്ടുപോയിട്ട് വേസ്റ്റും ഡ്രൈ വേസ്റ്റും വേറെ വേറെ ഇടും. പിന്നെ കഴുകിയിടുക എന്നുള്ളത് നമ്മുടെ ഒരു മര്യാദയാണ് കേട്ടോ. അത് ചെയ്യണമെന്ന് ഞാൻ പറയുള്ളൂ. വേസ്റ്റ് ഉള്ള പാത്രങ്ങൾ, പ്രത്യേകിച്ച് നമ്മളുടെ കണ്ടെയ്നേഴ്സൊക്കെ, അത് കഴുകിയിട്ടിടുക എന്നുള്ളത് ഒരു മര്യാദയാണ്. കാരണം മറ്റേലെടുക്കുന്ന ഒരു മനുഷ്യനാണല്ലോ. ഇത് നമ്മൾ 2 പാത്രങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ പരിപാടി കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് പൈസയൊന്നും വാങ്ങാറില്ല. പിന്നെ ചില അപ്പാർട്ട്മെന്റിലൊക്കെ വേസ്റ്റ് റിമൂവൽ എന്ന് പറഞ്ഞൊരു ഫീസ് വാങ്ങാറുണ്ട്. അതിൽ നമ്മൾ താഴ്ത്തു കൊണ്ടുപോയി പോലും ഇടാറില്ല. നമ്മൾ 2 പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് അവിടെ വെക്കും. അപ്പാർട്ട്മെന്റിൽ തന്നെയുള്ള സപ്പോർട്ട് സ്റ്റാഫായിരിക്കും അതെടുത്തിട്ട് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യേണ്ട സ്ഥലത്ത് കൊണ്ടുപോകുക, അല്ലെങ്കിൽ എവിടെയാണോ നിക്ഷേപിക്കുന്നത് അവിടെ കൊണ്ടിടുക. ഇവിടെ നമ്മൾ താഴ്ത്തുകൊണ്ട് കളയേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ വേസ്റ്റ് റിമൂവലിന് വേണ്ടി അവരൊരു പൈസ ഈടാക്കാറുണ്ട്. മാസം 50 രൂപ 100 രൂപയ്ക്ക് എക്സ്ട്രാ ഫീസ് വരാറുണ്ട്. പക്ഷേ ഇതെല്ലാം സർക്കാരിൻ്റെ വണ്ടി വന്ന് എല്ലാ ദിവസവും രാവിലെ വന്ന് ഈ 2 വേസ്റ്റുകൾ ഇവർ കൊണ്ടുപോകും. എനിക്കിത് സത്യത്തിൽ ചിരി വരുന്നൊരു കാര്യം, തിരിച്ചു വെക്കുന്ന സാധനം ഇവരെ വണ്ടിയിലേക്ക് ഒരുമിച്ച് അവിടെ കൊട്ടിയിടും എന്നുള്ളതാണ്. എങ്കിലും ചില സമയത്ത് എനിക്ക് അവരെ കയ്യെഴുത്ത് തൊഴാൻ തോന്നുന്ന ഒരു അവസരമൊക്കെ ഉണ്ട് കേട്ടോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് ദുർഗന്ധമായിരിക്കും എല്ലാം കൂടി വന്നതിനകത്തേക്ക് വരുമ്പോഴേക്കും. ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു സംവിധാനം തന്നെ, അതായത് വേസ്റ്റ് ഇടുന്നതിൻ്റെ ഒരു ബോക്സൊന്നും നമ്മൾക്ക് വിസിബിളായിട്ട് കാണാൻ കഴിയില്ല. നമ്മൾ താമസിച്ചിരുന്ന സ്ഥലത്ത് ഓരോ ഫ്ലോറിലും ഓരോ വിൻഡോ വെച്ചിട്ടുണ്ട് വേസ്റ്റ് ഡിസ്പോസലിന് വേണ്ടി. ഒരു ഇന്റേണൽ ടണലാണ്. നമ്മൾ അതിനകത്തേക്ക് വേസ്റ്റ് ഇട്ട് കയറ്റണമെങ്കിൽ ആ ബാഗ് നേരെ താഴെ വെച്ചിരിക്കുന്ന വലിയൊരു ട്രോളിയിൽ പോയി വീഴും. ഈ ട്രോളി എല്ലാ ദിവസവും രാവിലെ സർക്കാർ സംവിധാനങ്ങളിലുള്ള വണ്ടികൾ വന്ന് മാറ്റുകയും പുതിയ ട്രോളി കൊണ്ടുവന്ന് വെക്കുകയും ചെയ്യും. ഇനി അങ്ങനെ ഒരു സൗകര്യം ഇല്ലാത്ത സ്ഥലത്താണെന്നുണ്ടെങ്കിൽ അവിടെയും വലിയ ട്രോളികൾ ഉണ്ടാവും വെറ്റ് വേസ്റ്റും ഡ്രൈ വേസ്റ്റും ഇടുന്നത്. എല്ലാ ദിവസവും രാവിലെ ആ ട്രോളികൾ എടുത്തുകൊണ്ട് പോയിട്ട് വേറൊരു ട്രോളി അവിടെ കൊണ്ടുവന്ന് വെക്കുകയും ചെയ്യും. സർക്കാർ തന്നെ ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു സംവിധാനമാണിത്. അതായത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് വേസ്റ്റ് റിമൂവൽ. കോമഡി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കൊടുക്കുന്ന വേസ്റ്റ് അത് കൃത്യമായിട്ട് സംസ്കരിക്കേണ്ട സ്ഥലത്തേക്ക് എത്തണമല്ലോ. അതിന് സംഭവിക്കുന്ന കാര്യം ഈ സ്ത്രീ അവരുടെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ കുഞ്ഞു കേരളത്തിലെ കാര്യം പറയാം. നമ്മൾ കഴുകി ഉണക്കി ചാക്കിലൊക്കെ കെട്ടി നല്ല ഭംഗിയിൽ കൊടുക്കുന്ന വേസ്റ്റ് ഇവർ ഓരോ വീട്ടിൽ നിന്ന് കളക്ട് ചെയ്ത് റോഡ് സൈഡിൽ അങ്ങോട്ട് ഡംപ് ചെയ്യും. അപ്പൊ ഇവര് പറയുന്നത് ന്യായം പറഞ്ഞാൽ ഞങ്ങൾക്ക് വണ്ടി വരാനുണ്ട്, അതുകൊണ്ട് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് അവിടെ വെച്ചിട്ടെന്ന്. എത്ര മാസങ്ങൾ ആ വേസ്റ്റ് അവിടെ ഇരിക്കുന്നറിയോ? അത് മൊത്തം ഇരിങ്ങാലക്കുടയിൽ ജസ്റ്റ് ഒരു റൗണ്ട് അടിച്ചാൽ മതി, കുറേ ചാക്കെട്ടുകൾ അവിടെ ഇവിടെ കയറ്റിരിക്കുന്നത് കാണും. അപ്പൊ ഇങ്ങനെ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു ചാക്കി കെട്ടിയിട്ട് അങ്ങോട്ട് വെച്ചാൽ മതിയില്ലേ? എന്തിനാണ് വണ്ടിക്കാർ ഞങ്ങളുടെ ഇടയിൽ ഒരു കളക്ഷൻ ഏജന്റ്? ഇതെന്തിനാണെന്നറിയോ? കാശ് മേടിക്കാനായിട്ട്. വേറെ ഒരു നാട്ടിലും വേസ്റ്റ് കളക്ഷന് വേണ്ടിയിട്ട് കാശ് ഗവൺമെന്റ് മേടിക്കുന്നില്ല. എനിക്കത് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല വേസ്റ്റിന് വേറെ രാജ്യത്ത് കാശ് മേടിക്കുന്നില്ല എന്നുള്ളത്. വേസ്റ്റ് റിമൂവലിന് ചിലപ്പോൾ ബിൽഡിങ്ങിന്റെ ഓവറോൾ എക്സ്പെൻസിലേക്ക് ആ പൈസ വാങ്ങുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മളുടെ ഒരു മെയിൻ്റനൻസ് ചാർജിന് ഭാഗമായിട്ട് ആ പൈസ കൊടുക്കാറുമുണ്ട്. പക്ഷേ സ്പെസിഫിക്കലി
ഓരോ വീട്ടിൽ നിന്ന് വേസ്റ്റ് എടുക്കുന്നതിന് അങ്ങനെ കാശ് മേടിക്കുന്ന ഒരു സംഭവമില്ല. അത് നമ്മൾക്ക് പൊതുവായ ഒരു സ്ഥലത്ത് കൂടി നിക്ഷേപിക്കാനുള്ള സൗകര്യമുണ്ട്. അതിന് പ്രത്യേകിച്ച് കാശൊന്നും കൊടുക്കുന്നില്ല. ഇപ്പം ഇവിടെ കണ്ട കാഴ്ച, അതായത് നമ്മൾ വളരെ കൃത്യമായിട്ട് പാക്ക് ചെയ്ത് കൊടുക്കുന്ന ബാഗ് കൊണ്ടിട്ട് വഴി കൊണ്ടിടുക. അതിപ്പോൾ ഒരു സ്ഥലത്ത് വീഡിയോ കൃത്യമായിട്ട് കാണുന്നുണ്ട്, കുറേ നാളായിട്ട് അവിടെ കിടക്കുകയാണ്. ആ ബാഗ് ഓപ്പണായി അത് വെയിലും മഴയും കൊണ്ടിട്ട് കുറേ നാളെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ആ രീതിയിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി ഒരു ഉത്തരവാദിത്വമില്ലാതെ നിക്ഷേപിക്കുക. ഇനി ഈ സംഭവം കളക്ട് ചെയ്ത് ഒരു സ്ഥലത്ത് എത്തിച്ചു എന്ന് വിചാരിക്കാം. എന്താണ് ഈ വേസ്റ്റ് സംഭവിക്കുന്നതെന്ന് കൂടി ഈ ലേഡി പറയുന്നുണ്ട്. അത് കുറച്ച് ദൈർഘ്യമുള്ളതെന്ന് ഞാൻ ചുരുക്കി പറയാം. ഇവർ ഒരുപാട് അന്വേഷിച്ചിട്ടാണ് ആ സംഭവം കണ്ടുപിടിച്ചത്. ഇതിലെ പ്ലാസ്റ്റിക് വേസ്റ്റിലെ വലിയ വലിയ പ്ലാസ്റ്റിക് സംഭവങ്ങളുണ്ടല്ലോ, കുപ്പികൾ, പ്ലാസ്റ്റിക് പാത്രങ്ങൾ, അതുപോലുള്ള കാര്യങ്ങളൊക്കെ തമിഴ്നാടിന് വിൽക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ തമിഴ്നാടാണ് അത് സംസ്കരിക്കുന്നത്. തമിഴ്നാടിന് കൊടുക്കാതെ വരുന്ന ബാക്കി വേസ്റ്റുകളുണ്ടല്ലോ, ഏജൻസി, ഒരു അംഗീകൃത ഏജൻസി കൊടുത്ത് അവർ കത്തിക്കുകയാണ് ചെയ്യുന്നത്. ആ കത്തിച്ചാൽ ആ മാലിന്യം അന്തരീക്ഷത്തിലേക്ക് തന്നെയല്ലേ പോകുന്നത്. ആരൊരാൾ എവിടെയോ എഴുതിയതോ വായിച്ചു, ഒരു സാനിറ്ററി നാപ്കിൻ കത്തിച്ചതിന് അത് വേസ്റ്റ് റിമൂവലിന് വന്ന ആൾക്കാർ എടുത്തില്ല. അവർ വേറെ വഴിയില്ലാത്തതുകൊണ്ട് അത് കത്തിച്ചു കഴിഞ്ഞപ്പോൾ അതിന് 10,000 രൂപ പിഴ അടയ്ക്കേണ്ടി വന്നു. എവിടെയോ ഞാനത് വായിച്ചായിട്ട് ഓർമ്മയുണ്ട്. കൃത്യമായിട്ട് ആരാണത് പറഞ്ഞതെന്ന് ഓർമ്മയില്ല, പക്ഷെ അങ്ങനെ സംഭവം വായിച്ചിട്ട് എൻ്റെ ഓർമ്മയിലുണ്ട്. ഈ ആൾക്കാർക്ക് കൊണ്ടുപോയിട്ട് വിറ്റ് കാശ് മേടിക്കാനാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് പിന്നെ ഹരിതകർമ്മസേന ആ ഏജൻസിയെ തന്നെ കുറച്ചുകൂടി വിപുലമാക്കിയിട്ട് അവർക്ക് ഇതിൻ്റെ കളക്ഷൻ്റെയും അതുപോലെ ഡിസ്പോസലിൻ്റെയും ആ ബാക്കിയുള്ള കാര്യങ്ങളോട് ഏൽപ്പിച്ചാൽ പോരെ? അപ്പോൾ പിന്നെ നമ്മൾ ഈ കൊടുക്കുന്ന കാശ് അവർക്ക് കൊടുത്താൽ മതിയല്ലോ. ഇതിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ നിന്ന് വേസ്റ്റ് എടുക്കുക, എന്നിട്ട് നമ്മളതിന് കാശ് കൊടുക്കണം. ഇപ്പോൾ കാശിന് വേണ്ടി എന്ന് പറയുമ്പോൾ ഞാൻ മറ്റൊരു ഓർത്തോട്ടെ, ഇപ്പോൾ 50 രൂപയല്ലോ വാങ്ങിക്കുന്നത്. നമ്മൾ വെക്കുന്ന വേസ്റ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ, അതായത് ഒരു 2 ചാക്കൊക്കെ ഓക്കെ, ആ 2 ചാക്കിലൊക്കെ കൂടുതലാണെങ്കിൽ പിന്നെ തൂക്കനുസരിച്ച് വീണ്ടും 50 രൂപ കൊടുക്കണം. 50 രൂപ നിൽക്കുന്ന പരിപാടിയല്ല. അപ്പോൾ ഇപ്പോൾ തൂക്കനുസരിച്ചിട്ടൊക്കെ ഇപ്പോൾ കാശ് പിടിക്കാൻ തുടങ്ങിയെന്ന് കേട്ടത്. നമ്മളെ വീട്ടിൽ അങ്ങനെ ഒരു സംഭവം അടുത്തിടെ ഉണ്ടായി. എന്നിരുന്നാൽ തന്നെയും എൻ്റെ ഒരു സംശയം ഇതാണ്, നമ്മളുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് ഈ വേസ്റ്റ് എടുത്തുകൊണ്ട് പോകുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് പൈസ അവർക്ക് കൊടുത്തേ, എന്നിട്ട് ഈ വേസ്റ്റ് തമിഴ്നാടിനോ അല്ലെങ്കിൽ അംഗീകൃത ഏജൻസിക്കോ വിറ്റിട്ട് അവരുടെ നിന്നും കാശ് മേടിക്കുന്നു. എന്നാ പിന്നെ എന്തിനാണ് നമ്മളിൽ നിന്ന് കാശ് മേടിക്കുന്നത്? ഒന്നല്ലെങ്കിൽ നമ്മളിൽ നിന്ന് എടുക്കുന്നത് ഫ്രീ ആയിട്ട് എടുക്കണം, അല്ലെങ്കിൽ അവർക്കത് ഫ്രീ ആയിട്ട് കൊടുക്കണം. എന്നാൽ പിന്നെ ഈ ഏജൻസി അല്ലെങ്കിൽ തമിഴ്നാടിനെ തന്നെ എപ്പിച്ചാൽ പോലെ കേരളത്തിലെ വേസ്റ്റ് കൊണ്ടുപോകും. അപ്പോൾ കേരളത്തിലെ ഒരു തമിഴ്നാടിൻ്റെ ഏജൻസി വന്നിട്ട് അവർ വന്ന് വേസ്റ്റ് എടുത്തുകൊണ്ട് പോയിക്കോളും. കുറച്ചുകൂടി സ്മൂത്തായിട്ട് കാര്യം നടക്കുകയും ചെയ്യും. നേരെ ചൊവ്വേ നടന്നില്ലെങ്കിൽ ഈ സ്റ്റേറ്റ് മറ്റേ സ്റ്റേറ്റിന് ചോദ്യം ചെയ്യുകയും ചെയ്യാം. പറഞ്ഞു വരുമ്പോൾ നമ്മളുടെ നല്ല കാശ് മേടിക്കുന്നു, പോട്ടെ, അതിപ്പോൾ അങ്ങനെ അവർക്ക് ശമ്പളം കൊടുക്കാനെന്ന് വിചാരിക്കാം. ആ മേടിക്കുന്ന ശമ്പളത്തിനുള്ള ജോലിയാണ് നിങ്ങൾ ചെയ്യുന്നത് മനസ്സിലാക്കുക. നിങ്ങൾ സർവീസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്, അല്ലാതെ നമ്മളുടെ നിന്ന് സർവീസ് മേടിക്കുകയല്ല. അപ്പോൾ സർവീസ് കൊടുക്കുമ്പോൾ നമ്മൾ കസ്റ്റമേഴ്സാണ്. ആ കസ്റ്റമറെ നിങ്ങളെ കാണുമ്പോൾ താണു വീണ് വണങ്ങി നിൽക്കണമെന്ന് ഞാൻ പറയില്ല, പക്ഷെ ഒരല്പം ബഹുമാനം, ഈ ആറ്റിറ്റ്യൂഡൊക്കെ മാറ്റി ഒരല്പം ബഹുമാനം കാണിച്ചാൽ നന്നായിരിക്കും. എന്താണ് ഈ വിഷയത്തിൽ പ്രേക്ഷകർക്ക് പറയാനുള്ളത്? അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.